ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ ഹാമ്പർ വർക്ക്സും ഫ്രെയിം വർക്ക്സും ഞാൻ ഡയറക്റ്റ് ഡെലിവറി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു 7 മിനി ഫ്രെയിംസ് എനിക്ക് കൊറിയർ അയക്കാനുള്ളതായിരുന്നു. കാര്യം ഇതൊരു ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നെങ്കിലും ആളുടെ വീട് മലപ്പുറത്താണ്. ആളിപ്പോൾ അബ്രോഡ് ആയതുകൊണ്ട് വീട്ടിലേക്ക് കൊറിയർ അയച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഇതുവരെ കൊറിയർ അയക്കാത്തതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആദ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഫ്രെയിംസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടാവുമല്ലോ, കാരണം അത് ഗ്ലാസ് ആയതുകൊണ്ട് അത് പൊട്ടാതെ തന്നെ അവരുടെ കയ്യിൽ സേഫായിട്ട് എത്തണമല്ലോ. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെ ഈ ഒരു ഫ്രെയിംസൊക്കെ പൊട്ടാതെ നമുക്ക് സേഫായിട്ട് പാക്ക് ചെയ്ത് അവിടെ എത്തിക്കാം എന്നൊക്കെ ഉള്ളത്. സോ ഐ തോട്ട് ഞാനും ഒരു പാക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പാക്ക് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആദ്യം തന്നെ ഫ്രെയിംസ് ബബിൾ റാപ്പ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുവാണെങ്കിലും ഫ്രെയിംസ് ഞാൻ നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ആ ഗ്ലാസിൻ്റെ സൈഡിൽ ബബിൾ റാപ്പർ കുറച്ചും കൂടി കൂടുതൽ ഞാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിനി ഫ്രെയിംസ് ഞാൻ 2 തെർമോക്കോളിൻ്റെ ഇടയിലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. ഞാൻ ഡബിൾ സൈഡ് ടേപ്പും കൂടി ഒട്ടിച്ചു കൊടുത്തായിരുന്നു. ബിക്കോസ് വലിയ തട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രെയിംസ് ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ നോർമൽ സെല്ലോ ടേപ്പായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻ ദ മിഡിൽ ഓഫ് ദ പാക്കിംഗ് അത് തീർന്നു പോയി. ദെൻ ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു ബ്രൗൺ ടേപ്പ് കണ്ടു. ഇതാണ് യൂഷ്വലി കൊറിയർ പാക്കേജിങ്ങിലൊക്കെ കണ്ടുവരുന്നൊരു ടേപ്പ്. എന്നിട്ട് ഇത് വാങ്ങി. പക്ഷേ ആ ഒരു ഡിഫറൻസ് അപ്പോഴാട്ടോ മനസ്സിലായത്. ഇത് നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. തെർമോക്കോൾ വെച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ബബിൾ റാപ്പ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്രെയിംസ് ഓൾറെഡി അത്യാവശ്യം ഫിക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മുടെ അഡ്രസ്സും ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് ഒരു പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ചു. ഹാൻഡിൽ വിത്ത് കെയർ ഫ്രജൈൽ ഇങ്ങനത്തെ ടേപ്പൊക്കെ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ പാക്ക് ചെയ്ത് അയക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ഇട്ടേക്കാമെന്ന്. ഇതൊക്കെ ചെയ്യുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ അങ്ങോട്ട് ഈസി ആയിക്കോളും. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഫ്യൂച്ചറിലോ ഇപ്പോഴോ എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട.